നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിവിധോദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും എന്നാൽ പലപ്പോഴും മക്കളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുക, മക്കളുടെ പരീക്ഷ, ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ, അവിചാരിതമായിട്ടുള്ള അവർക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശുപത്രിവാസം, ഇതിനു പുറമെ അച്ഛനമ്മമാരുടെ പല കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സ്വന്തം കാര്യങ്ങൾ പലതും നടക്കുകയില്ല, എന്നാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ വേണ്ട പോലെ പൂർത്തീകരിക്കാൻ ഇടവരും. ഇവിടെ ആശ്വാസം തന്നെയാണ്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ കൃത്യമാക്കി തീർക്കുക എന്നത് കൃതാർത്ഥത തന്നെയാണ് എന്ന സങ്കല്പത്തോടു കൂടിയെല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. ഏറ്റെടുത്ത കരാർ ജോലികൾ ഈ മാസത്തിൽ തന്നെ ചെയ്തു തീർക്കേണ്ടതായുള്ള പല ജോലികളും ഒരുപക്ഷെ അതിന് കാലതാമസം ഉണ്ടാകും. സ്വന്തം നിലയിലുള്ള കാരണങ്ങളെ കൊണ്ടല്ല, പ്രസ്ഥാനത്തിൻ്റെയും ദോഷങ്ങളല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മേലധികാരികൾക്കാണെങ്കിലും ഉടമസ്ഥർക്കാണെങ്കിലും അതാത് ബന്ധപ്പെട്ട വ്യക്തികൾക്കെല്ലാം തന്നെ രേഖാപരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുക തന്നെയായിരിക്കും ഉദ്യോഗത്തിലിരിക്കുന്നവർ വേണ്ടി വരിക. അല്ലാത്ത പക്ഷം അനിഷ്ടങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ ഏപ്രിൽ മാസത്തിലെ അവലംബിക്കാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിൻ്റെ പൂർണ്ണരൂപം അവലംബിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കുന്നത് വഴി ഒരുപക്ഷെ ഈ മാസത്തിൽ ശമ്പളം കൊടുക്കുവാനായിട്ട് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കുവാനുള്ളത് വഴി വിദേശത്തേക്ക് ഒരു യാത്ര പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിഷയ അവതരണത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാർ ജോലികളെല്ലാം തന്നെ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ജോലി ഒഴിവാക്കി സ്വന്തമായിട്ടും സ്വതന്ത്രമായിട്ടും മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക, അഥവാ പണം മുതൽ മുടക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടെ വ്യാപാര വിപണന വിതരണ മേഖലകളുടെ എല്ലാ ചുമതലകളും ഏറ്റെടുത്തും കൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ വ്യാപാരം നടത്തുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഒരു ശമ്പളം എന്നുള്ളതിലുപരി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കാനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. മറ്റുള്ളവർക്ക് ഗൗരവമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും അതിലുപരി സൽകീർത്തിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഈ മാസത്തിൽ പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ അത്ര ഗുണകരമല്ലാത്തൊരു കാലമായതുകൊണ്ട് വരുന്ന മാസത്തിലേക്ക് മാറ്റിവെക്കുക തന്നെ ആയിരിക്കും നന്നാവുക. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുക ഈ മാസത്തിൽ ഉള്ളത് മാറ്റിവെക്കാൻ സാധിക്കില്ല. അതെല്ലാം തന്നെ പരാജയമൊന്നും ഉണ്ടാവുകയില്ലെങ്കിൽ പോലും വിജയ ശതമാനം ഉദ്ദേശിച്ച പോലെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഏപ്രിൽ മെയ് മാസത്തോടുകൂടി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ നടത്തുന്നതിൽ പങ്കുചേരുവാൻ അവസരം വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങണമോ എന്നൊരാശയങ്ങൾ പലതും ഉണ്ടാകുമെങ്കിൽ പോലും തൽക്കാലത്തേക്ക് ഇനി ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് മാറ്റി വാങ്ങിയാൽ മതി എന്ന ധാരണ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ 2025-2026 വർഷങ്ങളിൽ പൂർണ്ണ രൂപത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന ഈ കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഇതിന് പണം മുതൽ മുടക്കുന്നവർ പലരുമായിരിക്കാം. പക്ഷേ ഒരു പൂർണ്ണ രൂപം, പൂർണ്ണ ഭരണ ചുമതല, ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ഭരണ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ഈ പ്രസ്ഥാനം നടക്കുന്ന അതിനോടനുബന്ധമായിട്ട് താമസമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഒരുപക്ഷെ കുട്ടികളെ ഒരുമിച്ച് താമസിപ്പിക്കുക, കുടുംബാംഗങ്ങളെ താമസിപ്പിക്കുക എന്നതൊക്കെ തന്നെ
വരുന്ന അധ്യയന വർഷത്തിൽ മാത്രമേ സാധിക്കുകയുമുള്ളൂ. അതായത് ജൂൺ മാസത്തിന് ശേഷം മാത്രമേ സാധിക്കുകയുമുള്ളൂ. മക്കൾക്ക് അനാവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ദുർവ്യയങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. വിശേഷ അവസരങ്ങളിൽ വെച്ച് മഹത് വ്യക്തികളെ പരിചയപ്പെടുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ അവരുടെ ജീവിത വഴിയും പ്രവർത്തന ശൈലിയും സ്വന്തം ആശയത്തിൽ പകർത്തുവാൻ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമായിട്ട് പല വിധത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നു. അതിൽ നിന്നെല്ലാം തന്നെ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ വളരെ കുറവാണ്. എന്നാൽ ഭാവിയിലേക്കത് ഗുണകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാനൊരു അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും യാത്രാവേളയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും തന്നെ ആയിരിക്കാം ഇതിന് ഗുണകരമായി തീരുവാൻ ഇടയുള്ളത്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പലപ്പോഴും കീഴ് ജീവനക്കാരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് അബദ്ധങ്ങൾ വന്നു ചേരുകയും അതെല്ലാം തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവസ്ഥയിൽ നിന്നും പിന്മാറി സ്വതന്ത്രമായിട്ട് ഉള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിൽ നന്നായിരിക്കും. മാതാവിൻ്റെ അസുഖം കണക്കിലെടുത്തുകൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന് ഭാഗമായിട്ട് ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും വിദഗ്ധമായുള്ള ചികിത്സ ചെയ്യുന്നത് വഴി രോഗശമനമൊക്കെ ഉണ്ടെങ്കിൽ പോലും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനോ അതിനുവേണ്ടി കോഴ്സിന് ചേരുവാനോ സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്ത് തീർക്കുന്നതിനാൽ പലപ്പോഴും ദേഹാസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. കഫനീർദോഷ രോഗപീഠങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും ഒരു പക്ഷേ പകർച്ചവ്യാധിയാണോ എന്ന സംശയത്തോടുകൂടി വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യും. പക്ഷേ സാംക്രമിക രോഗങ്ങളെ കൊണ്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് 3-4 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ കാർത്തിക നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതി ഒരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനായിട്ട് ഭൂമിയെ പറ്റിയിട്ട് അന്വേഷിക്കാനിടയുണ്ട്. പക്ഷെ മാർച്ച് മാസത്തിലൊന്നും കണ്ടെത്തേണ്ട സാധ്യതകൾ വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും തുടക്കം കുറിക്കും ജൂൺ മാസത്തിന് ശേഷം അന്വേഷിക്കുന്നത് മാത്രമേ കണ്ടെത്തുവാനുള്ള സാധ്യത കാണുന്നതുമുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതായുള്ള പല പദ്ധതികളും ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്നൊരാശങ്കയും സ്വല്പം ആധിയും വർദ്ധിക്കുവാനിടയുണ്ട്. പക്ഷേ കീഴ് ജീവനക്കാരുടെയും സഹപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങളെ കൊണ്ട് എല്ലാം തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ അവസരം വന്നു ചേരും. എന്നിരുന്നാൽ പോലും ഉടമസ്ഥരെ വേണ്ട വിധത്തിലെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ട് ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ ഇതിന് വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി വേണ്ടി വരും. ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ഫയലുകൾ കാര്യങ്ങളൊക്കെ ഗൃഹത്തിൽ കൊണ്ടുവച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും. എന്തായാലും ഉറക്കം ഒഴിച്ചിട്ടാണെങ്കിലൊക്കെ തന്നെ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ
സകുടുംബം വിനോദയാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാൽ മാർഗതടസ്സങ്ങൾ അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനൊരവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് എല്ലാ പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും ചിന്തകൾക്ക് വിപരീതമായുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ മനോവ്യാകുലതകൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനുള്ള അവസരമുണ്ടായിത്തീരും. സ്വന്തം കാര്യങ്ങൾ പലതും മാറ്റിവെച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളോ സുഹൃത്തുക്കളുടെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. എന്നാൽ ഈ സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ നിർവഹിക്കുന്നത് വഴിയും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്താഗതികളായതുകൊണ്ട് എല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ളൊരവസരം സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. പലപ്പോഴും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള പല വിധത്തിലുള്ള കരാറ് ജോലികളോ കർമ്മമണ്ഡലങ്ങളൊക്കെ തന്നെ തിരികെ വന്നു ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ തൃപ്തികരമായുള്ളൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. പുതിയ ഭരണ സംവിധാനം തൃപ്തികരമല്ലാത്ത രീതിയിൽ അതിനുവേണ്ട കാലാനുസൃതമായുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങൾ തേടുവാനും മാർച്ച് മാസത്തിൽ തന്നെ അതൊരു പൂർത്തീകരണത്തിന് സാധ്യത കാണുന്നതുമുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അഹംഭാവം ഒഴിവാക്കി വളരെ കൃത്യമായുള്ള രീതിയിലെല്ലാം അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. സ്വന്തം കഴിവും മറ്റൊരാളുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് അവരുടെ കർമ്മമണ്ഡലങ്ങൾ ഉദ്ധരിക്കുവാനും വേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കുവാനും അതിൻ്റെ വിപണന വിതരണ മേഖലയുടെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഇതിൽ നിന്നൊരു സാമ്പത്തികമായുള്ള നേട്ടം ആ കർമ്മമണ്ഡലങ്ങൾ ശോഭിപ്പിക്കുക എന്നിവയൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഈ ഒരു ധാരണ അവർക്ക് നൽകിക്കൊണ്ടും ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുത്ത് അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. തികച്ചും അവിചാരിതമായിട്ട് ജന്മനാട്ടിൽ ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ടതായിരിക്കാം, ഉദ്യോഗത്തിനോട് യാത്രയോട് ബന്ധപ്പെട്ടതായിരിക്കാം. ജന്മനാട്ടിൽ വന്നു ചേരുവാനും വർഷങ്ങൾക്ക് ശേഷം ആ ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായമൊക്കെ ചെയ്യേണ്ടി വരും. എന്നിരുന്നാൽ പോലും അതിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പലപ്പോഴും കർമ്മമണ്ഡലങ്ങളിൽ കീഴ്വഴക്കം മാനിച്ചുകൊണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുക മാത്രമല്ല അതൊരു കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സസൂക്ഷ്മം ഏറ്റെടുത്തും കൊണ്ടും ചിന്തിച്ചും പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാനും ഇടയുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള പദ്ധതികളിലും ചിലതെല്ലാം ഒഴിവാക്കി വിറ്റുവരെയുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ നിരന്തരം
ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാൽ രാജിവെക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരുമെങ്കിൽ പോലും ഒരു 3 മാസത്തേക്ക് ഇനി തത്തുല്യമായിട്ടൊരു ജോലി കിട്ടുകയില്ല എന്ന സങ്കല്പത്തോടുകൂടി രാജിക്കത്ത് തൽക്കാലത്തേക്ക് പിൻവലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. പുരോഗതിയില്ലാത്ത ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഗൃഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിച്ചു ചേരുന്നത് വഴി വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് പ്രാധാന്യം നൽകുക മാത്രമല്ല, ഒരുപക്ഷെ വ്യായാമത്തിനോട് ബന്ധപ്പെട്ടത് യോഗ കോഴ്സിന് പോലും ചേരുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നവദമ്പതികളെ ആശീർവദിക്കാൻ അവസരം വന്നു ചേരും. വിദേശ ബന്ധമുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് നിലവിലുള്ള രാജ്യത്തിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ മറ്റ് സാമ്പത്തികമായിട്ട് ഉയർന്നു വരുന്ന രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ജോലിയിൽ നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ നേട്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത അധ്യയന വർഷം തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും എന്നുകൂടിയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഈ ഒരു മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.